ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി മരിച്ചത് വ്യാജ ഡോക്ടർ ചികിത്സിച്ചതിനെ തുടർന്നെന്ന ആരോപണം. കടലുണ്ടി കോട്ടക്കടവ് TMH ആശുപത്രിയിലെ ഡോക്ടർ അബു എബ്രഹാം MBBS പാസ്സായിട്ടില്ല എന്നാണ് മരിച്ച വിനോദിന്റെ കുടുംബത്തിന്റെ ആരോപണം. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, വിവരങ്ങൾ. ആര്യ, കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് TMH ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് നിലവിൽ ആരോപണം ഉയർന്നിരിക്കുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട് എത്തിയ രോഗി ആശുപത്രിയിൽ മരിക്കാനിടയായത് ചികിത്സാ പിഴവ് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ മാസം 23-നാണ് ഫറൂഖ് സ്വദേശിയായ വിനോദ് കുമാർ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ പ്രാഥമിക ചികിത്സ നൽകാതെ രക്തപരിശോധനയും ECGയും ഈ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു. ഈ TMH ഹോസ്പിറ്റലിനും ഇവിടെ RMOയുടെ ചുമതല വഹിച്ചിരുന്ന അബു എബ്രഹാം ലുക്ക് എന്ന ആൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇയാൾ നിലവിൽ MBBS ബിരുദം ഉണ്ടായിരുന്നില്ലതാണ് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ വിവരം എന്നും ബന്ധുക്കൾ പരാതിപ്പെടുന്നു. ഏതായാലും ഫറൂഖ് പോലീസിലാണ് ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത്. ഫറൂഖ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഈ മരിച്ച വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പരാതി നൽകുന്നത്. അശ്വിൻ നടത്തിയ അന്വേഷണത്തിൽ ഈ അബു എബ്രഹാം MBBS പാസ്സായിട്ടില്ല എന്ന് വ്യക്തമായി. ഇതിന് പിന്നാലെയാണ് കുടുംബം പരാതിയുമായി ഫറൂഖ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ആര്യ, മേഘ, സംഭവത്തിൽ പോലീസ് മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ആര്യ, അതായത് ഈ ഡോക്ടർക്കെതിരെയാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി മാനേജർ പറയുന്ന ഒരു കാര്യം എന്നത് ഈ അബു എബ്രഹാം എന്ന ഡോക്ടർക്ക് MBBS ബിരുദം ഉണ്ടായിരുന്നില്ലത് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ്. പരാതി ഉയർന്ന ഉടൻ തന്നെ ഇയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആശുപത്രി മാനേജർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ പരാതി കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഈ പ്രതി നിലവിൽ ഒളിവിലാണ് എന്നതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ശരി, മേഘയാണ് വിവരങ്ങൾ നൽകി.